ഹായ്, നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി അടുത്ത് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന 1-2 പോയിന്റുകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോകളിലും പലപ്പോഴായി ചെറുതായി ചർച്ച ചെയ്തു വരുന്ന പോയിന്റുകൾ തന്നെയാണ്. എങ്കിലും അവയെ ഒരു സംക്ഷിപ്ത രൂപത്തിൽ എന്നാൽ കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ജീവിതത്തെ വേറൊരു തലത്തിൽ നോക്കിക്കാണുവാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അതാണ്. നാം ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വിടരുന്നത് ഒരേ സമയം 2 ലോകത്തിലാണ് എന്നുള്ള കാര്യം. ഒരു അകം ലോകവും ഒരു പുറം ലോകവും, ഒരു സ്പിരിച്വൽ വേൾഡും ഒരു ഫിസിക്കൽ വേൾഡും. കണ്ണടയ്ക്കുമ്പോൾ നാം കാണുന്നതാണ് നമ്മുടെ അകം ലോകം. നമ്മുടെ ആഗ്രഹങ്ങളും ചിന്തകളും ഫീലിങ്സും ഇമാജിനേഷനും എല്ലാമുള്ള നമ്മുടെ സ്പിരിച്വൽ വേൾഡ്. കണ്ണ് തുറന്നു നോക്കുമ്പോൾ നാം കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമെല്ലാം നമ്മുടെ പുറം ലോകം, നമ്മുടെ ഫിസിക്കൽ വേൾഡ്. നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നാം നമ്മുടെ അകം ലോകത്തിൽ കാണുന്നതിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ പുറം ലോകത്തിൽ കാണുന്നത്. നാം നമ്മുടെ സ്പിരിച്വൽ വേൾഡിൽ കാണുന്ന ചിന്തകളും ഇമാജിനേഷനുമാണ് നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ സംഭവങ്ങളായും എക്സ്പീരിയൻസസായും റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പോയിന്റ് ഡീറ്റെയിലായി വിശദീകരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ചാൾസ് ഹാനൽ എഴുതി 1916 പുറത്തിറങ്ങിയ ദി മാസ്റ്റർ കീ സിസ്റ്റം. ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഏറ്റവും പവർഫുള്ളായ പുസ്തകങ്ങളിലൊന്നായി പരിഗണിക്കപ്പെടുന്ന ദി മാസ്റ്റർ കീ സിസ്റ്റമാണ് പിൽക്കാലത്ത് മാഡം റൊണ്ട ബേൺ ദി സീക്രട്ട് എന്ന ഡോക്യുമെൻ്ററിയും പുസ്തകവുമൊക്കെ തയ്യാറാക്കുവാൻ ഉള്ള പ്രചോദനവും കണ്ടന്റുമൊക്കെ നൽകിയ 2 പുസ്തകങ്ങളിൽ ഒന്ന്. മറ്റേത് ദി സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച്. സത്യത്തിൽ ഈ 2 പുസ്തകങ്ങളിലെ ആശയങ്ങളിലെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ദി സീക്രട്ട് എന്ന പുസ്തകം എന്നുള്ളതാണ്. അത്രത്തോളം ആഴത്തിലാണ് ഈ വിഷയം അവ കൈകാര്യം ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ച് ദ മാസ്റ്റർ കീ സിസ്റ്റം. പക്ഷേ ദി സീക്രട്ടിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം മതി മനുഷ്യന് വിജയിക്കുവാൻ വേണ്ട കോണ്ടന്റ് എല്ലാം അതിലുണ്ട്. എന്തായാലും അതിനുള്ള നന്ദി സൂചകമായി അവർ ആ പുസ്തകങ്ങളുടെ PDF കോപ്പി ഉണ്ടാക്കി ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യത്തക്ക രീതിയിൽ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആർക്കും ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതേ ഉള്ളൂ. ഞാനതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരു നിഷ്കർഷയെ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ, നിങ്ങൾക്കത് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. അത് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലേതുപോലെ ദ സീക്രട്ട് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉൾപ്പെടെ ഷെയർ ചെയ്യണമെന്നുള്ളതാണ്. അതവരുടെ വെബ്സൈറ്റിൻ്റെ പരസ്യമാകുമെന്നുള്ളതാണ് അവർ നൽകുന്ന സർവീസിന് അവർ തിരിച്ചാഗ്രഹിക്കുന്ന വാല്യൂ. നമ്മളത് ഫോളോ ചെയ്യണം. കാരണം ഇത്തരം നിഷ്കർഷകൾ ഫോളോ ചെയ്യാതിരിക്കുന്നത് നമ്മുടെ തന്നെ മൂല്യശോഷണത്തിന് കാരണമായി മാറുമെന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട വസ്തുത. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് ദ മാസ്റ്റർ കീ സിസ്റ്റത്തെക്കുറിച്ചാണ്. ദ മാസ്റ്റർ കീ സിസ്റ്റമാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ലോകത്തെ ആദ്യത്തെ ട്രെയിനിങ് കോഴ്സ്. ഇപ്പോഴത്തെ ഓൺലൈൻ ട്രെയിനിങ് പോലെ 100 വർഷം മുമ്പ് ചാൾസ് ഹാനൽ 24 ഭാഗങ്ങളായുള്ള ഒരു കറസ്പോണ്ടൻസ് കോഴ്സായാണ് ഇത് പബ്ലിഷ് ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ വരിക്കാർക്ക് വേണ്ടി. പിന്നെയാണ് അതൊരു പുസ്തക രൂപത്തിലാക്കിയത്. ഈ ട്രെയിനിങ്ങിൽ അദ്ദേഹം കൃത്യമായി മെഡിറ്റേഷനും വിഷ്വലൈസേഷനും ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഡീറ്റെയിലായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഒരേ സമയം തിയറിയും പ്രാക്ടീസും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ളൊരു കോഴ്സാണ്. വായിക്കാൻ കഴിയുന്നവർ വായിക്കുക, അല്ലാത്തവർക്ക് അതിലെ പാഠഭാഗങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകൾ ഭാവിയിൽ ഷെയർ ചെയ്യാം. അതിലെ 1-ാം ഭാഗത്തിൽ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ചിന്തകളും ഇമാജിനേഷനും ഫീലിങ്സും എല്ലാം അടങ്ങുന്ന അതിശക്തമായ ഒരു അകം ലോകത്തെക്കുറിച്ച്. നമ്മുടെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന എ പവർഫുൾ വേൾഡ് വിതിൻ. ഈ അകം ലോകത്തെ മനസ്സിലാക്കി അതിൻ്റെ ശക്തി പുറത്തെടുക്കുവാൻ കഴിഞ്ഞാൽ പുറം ലോകത്തിലെ, അതായത് നമ്മുടെ ഈ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കുമുള്ള കാരണവും നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നു എന്ന് മാത്രമല്ല, അതിനുള്ള സൊല്യൂഷനും നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഉള്ളിലെ, അതായത് അകം ലോകത്തെ ചിന്തകളും ഇമാജിനേഷനും ഫീലിങ്സും ചേർന്നാണ്, അല്ലെങ്കിൽ ചേർന്ന് മാത്രമാണ് നമ്മുടെ പുറം ലോകത്തെ ജീവിതാനുഭവങ്ങളായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതം എന്നത് മനസ്സിൻ്റെ ഒരു പ്രതിബിംബമാണ്. നാം ഒരു കണ്ണാടി എടുത്തിട്ട് അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുഖം കാണാം. നാം എന്ത് ഭാവം വരുത്തിയാലും ആ ഭാവം മാത്രമേ നമ്മുടെ കണ്ണാടിയിൽ നമുക്ക് കാണുവാൻ കഴിയൂ. അല്ലാതെ നമ്മുടെ മുഖത്ത് ഒരു ഭാവവും കണ്ണാടിയിൽ വേറൊരു ഭാവവും വരില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിലവിൽ കാണുന്ന ഭാവങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നാം വരുത്തിയ ഭാവങ്ങളുടെ പ്രതിഫലനമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. അതാണ് ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വിസ്ഡം. അങ്ങനെയെങ്കിലും ഒരു ചോദ്യം. നാം കണ്ണാടിയെടുത്ത് മുഖം നോക്കിയപ്പോഴാണ് നെറ്റിയിൽ ഒരൽപ്പം കരി പുരണ്ടിരിക്കുന്നതായി കാണുന്നത്. നമ്മളുടനെ ഒരു തുണി കഷ്ണമെടുത്ത് കണ്ണാടിയിലെ നമ്മുടെ പ്രതിബിംബത്തിൻ്റെ നെറ്റി ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചാൽ ആ കരി പോകുമോ? എത്ര തുടച്ചാലും ക്ലീൻ ആവില്ല എന്ന് നമുക്കറിയാം. പകരം ക്ലീനാവാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തന്നെ നെറ്റി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ പ്രതിബിംബമായ ജീവിതത്തിലെ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം നാം ജീവിതത്തിലല്ല തേടേണ്ടത്, അത് നമ്മുടെ സ്വന്തം മനസ്സിൽ തന്നെയാണ്. അവിടെ അതിനു വേണ്ട കറക്ഷൻ നടത്തുമ്പോൾ സ്വാഭാവികമായും ജീവിതത്തിലും
ആ കറക്ഷൻ നടന്നുകൊള്ളും. ഇനി നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ നമ്മൾ കണ്ണാടിക്ക് പകരം നാം ഒരു കുളത്തിലെ നിശ്ചലമായ ശാന്തമായ വെള്ളത്തിലാണ് നാം നമ്മുടെ പ്രതിബിംബം കാണുന്നത്. അതിൻ്റെ നെറ്റിയിലെ കരിയാണ് തുടയ്ക്കുവാൻ ശ്രമിക്കുന്നതെങ്കിലോ നെറ്റിയിലെ കരി പോവുകയുമില്ല, വെള്ളമിളകി അതിൻ്റെ ശാന്തതയും നിശ്ചലതയുമൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും. നമ്മുടെ ജീവിതം പലപ്പോഴും പ്രക്ഷുബ്ധമായി പോകുന്നതിന് കാരണം ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തേടി, നമ്മുടെ സ്വപ്നങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ തേടി നമ്മുടെ അകം ലോകത്തിന് പകരം പുറം ലോകത്ത് തന്നെ തിരയുന്നത് കൊണ്ടാണ്. നാം നമ്മുടെ ജീവിതത്തിലെ ഏത് വിഷയത്തിനുമുള്ള പരിഹാരം നമുക്ക് നമ്മുടെ അകം ലോകത്തിൽ നടത്തുന്ന തിരുത്തലുകളിലൂടെ കണ്ടെത്താമെന്നുള്ളതാണ്. പുറം ലോകത്തെ പ്രശ്നങ്ങൾക്ക് പുറം ലോകത്ത് തന്നെ പുഷ് ചെയ്ത് പരിഹരിക്കുവാൻ ശ്രമിക്കുന്നതാണ് ജീവിതം പലപ്പോഴും കോംപ്ലിക്കേറ്റഡായും കഷ്ടപ്പാട് നിറഞ്ഞതായും തോന്നുവാൻ കാരണം. പുറം ലോകത്തെ ഒരു പ്രശ്നം പുറം ലോകത്ത് തന്നെ തിരുത്തലുകൾ വരുത്തി വിജയിക്കുന്നു എന്ന് തോന്നുമ്പോൾ പോലും നാം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ആ പ്രോസസ്സിനിടയിൽ എപ്പോഴോ നാം നമ്മുടെ അകം ലോകത്തുകൂടി സ്പിരിച്വൽ ലെവലിൽ കൂടി വേണ്ട തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടാകുമെന്നുള്ളതാണ്. ഈ ഒരു ഐഡിയ മനസ്സിരുത്തി കേൾക്കുകയും ചിന്തിക്കുകയും ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്യണമെന്നുള്ളതാണ് പ്രിയ സുഹൃത്തുക്കളോട് എൻ്റെ വ്യക്തിപരമായ അഭ്യർത്ഥന. അത് ജീവിതത്തിലെ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് ഈസിയായി പരിഹാരം കണ്ടെത്തുവാൻ കഴിയുമെന്നാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയുവാനുള്ളത്. ഈ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു എവരിവൺ. താങ്ക് യു.